ഹലോ ഗെയ്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം മുത്തുമണികളെ? എല്ലാവർക്കും സുഖാണോ? അപ്പോൾ ഞങ്ങളുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണ, ലൈക്ക് ചെയ്യണ, കമൻറ്റ് ചെയ്യണ എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ കണ്ട് ഇനിയും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്താണെന്നറിയോ? ഞങ്ങളിതാ ഉമ്മച്ചിക്ക് ഷുഗർ പ്രഷറൊക്കെ നോക്കാൻ വേണ്ടി ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്കും ചെറുതായിട്ട് മേലക്കും കൈയും വേദന ആയിട്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഡോക്ടറെ അടുത്ത് വന്നു. ഇവിടെ നല്ല തിരക്കായിരുന്നു കേട്ടോ. അങ്ങനെ ഹോസ്പിറ്റലിൽ കാണിച്ചതിന് ശേഷം ഞങ്ങൾ ലാബിൽ വന്നിരിക്കുക കേട്ടോ. കാലത്ത് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. കൊച്ചൂസ് മദ്രസയെ വിട്ടിട്ട് അങ്ങനെ ഞങ്ങളെ കൂടെ ഫോൺ പിടിച്ചിരിക്കാമല്ലോ എന്നുള്ള പ്ലാനിങ്ങിൽ വന്നിക്കായിരുന്നു. അങ്ങനെ ഞങ്ങൾ തവനൂരാട്ടോ, തവനൂർ ഹോസ്പിറ്റലിലാണത്. അപ്പോൾ റോട്ടിൽ കുറച്ച് നേരം നിന്നപ്പോൾ ഇങ്ങനെ വീഡിയോ എടുത്തതാണ്. ഹോസ്പിറ്റലിലൊക്കെ നല്ല തിരക്കായിരുന്നു. അപ്പോൾ അങ്ങനെ അവിടെ നിന്നൊന്നും വീഡിയോ എടുത്തില്ല കേട്ടോ. ടെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അത് ഞങ്ങളിതാ വീട്ടിലേക്ക് വരുമ്പോൾ കുറച്ച് ചിക്കനും വാങ്ങിച്ചിട്ടാട്ടോ വരണേ. അപ്പോൾ ഇതാ ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ചിക്കന് കുറച്ചെടുത്തിട്ട് പൊരിക്കാമെന്ന് കരുതിയിട്ടാണ്. പിന്നെ ബാക്കി കുറച്ചെടുത്തിട്ട് ഞാൻ ഫ്രിഡ്ജിൽ കൊടുത്ത് വെക്കും കേട്ടോ. കുറച്ച് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ 2 ദിവസം അങ്ങനെ തട്ടിക്കൂട്ടി പോട്ടെ എന്ന് കരുതും. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. പിന്നെ ഹോസ്പിറ്റലിൽ പോയി വന്നപ്പോൾ തന്നെ ടൈം എന്തായാലും ഒരു 12:30 ബാങ്ക് കൊടുക്കുന്ന ടൈം ആയിരിക്കണം കേട്ടോ. അപ്പോൾ വേഗം റേഷൻ അരി എടുത്തിട്ട് ഒരു 4-5 വട്ടം കഴുകി പിന്നെ അത് ചുടുവെള്ളത്തിൽ കഴുകിയിട്ട് ഇതാ അരി ഇടാൻ നിൽക്കുക കേട്ടോ. അപ്പോൾ നേരം വൈകിയ എവിടെയും പോയി വന്നിട്ടുണ്ടെങ്കിൽ ഭ്രാന്ത് പിടിക്കുമല്ലോ. എന്നും ഞാൻ പണിയൊക്കെ കഴിച്ചിട്ടാണ് പോകുന്നത്. രാവിലെ തന്നെ 7 മണിക്ക് പോയ കാരണം ഒന്നും കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇതാ ചോറിനുള്ള അരിയൊക്കെ എടുത്ത് ഇട്ടിട്ടുണ്ട്. കൊച്ചൂസും സ്വത്തൂസും സ്കൂളൊന്നും ഇല്ലാത്ത കാരണം ഇവിടെ തല്ലും പീടിയും വർത്താനൊക്കെ ആയിട്ട് ഇവിടെ കുത്തിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരാണ് വീഡിയോ എടുത്ത് തന്നെ. അങ്ങനെ ഞങ്ങളെ വീഡിയോ കുറച്ച് പേരൊക്കെ ഇപ്പോൾ കാണുന്നുണ്ട്. അപ്പോൾ കാണുന്നവരെല്ലാവരും ഒന്ന് ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കൻ എന്തായാലും ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാമെന്ന് കരുതിയിട്ട് ഒരു 4-5 വെളുത്തുള്ളിയുടെ ഇല്ലി എടുത്തിട്ട് അതിൻ്റെ കൂടെ തന്നെ 2 പുതിനേൻ്റെ ഇലി, ഒരു ചീനമുളക് പഴുത്തത്, ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെ പേസ്റ്റാക്കി എടുത്തിട്ട് നമുക്ക് സെറ്റാക്കി വെക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ചിക്കൻ ഇതാ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കഴുകി ഞാൻ പുറത്ത് കൊണ്ടുപോയിട്ട് കേട്ടോ ചിക്കനൊക്കെ കഴുകുള്ളൂ. എനിക്ക് ഈ അകത്ത് സിങ്കിൽ നിന്നൊന്നും കഴുകണം തീരെ ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ഞാൻ പുറത്തുനിന്ന് കഴുകി കൊടുന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വാർന്നതിന് ശേഷമായിട്ട് നമ്മൾ ചിക്കനൊക്കെ പൊരിക്കാൻ എടുക്കുകയാണെങ്കിൽ മസാല കൂട്ടി വെക്കേണ്ടത്. അപ്പോൾ അങ്ങനെ കഴുകിയതിന് ശേഷം റെഡിയാക്കിയതിന് ശേഷം അതിലേക്ക് ഞാനത് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്നും ചെയ്യുന്ന പോലെ അല്ല കേട്ടോ ഇന്ന് ചെയ്ത് എന്നും മസാലപ്പൊടിയൊക്കെ നേരിട്ടാണ് ഇട്ട് കൊടുക്കാറാണ്. ഇന്ന് വേഗം കൈയ്യട്ട് വെച്ചിട്ട് മിക്സിൻ്റെ ജാറിൽ കുറച്ച് കണ്ട് ഇട്ട് കൊടുത്തേക്കായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ അധികം അങ്ങോട്ട് മസാലകളൊന്നും തോന്നിട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ചൊരു ഉപ്പും മുളക് പൊടിയൊക്കെ ഒരു കുറവ് പോലെ. അപ്പോൾ ചിക്കൻ ഒരു മൊഞ്ചൊക്കെ കിട്ടണ്ടേന്ന് കരുതിയിട്ട് കുറച്ചും കൂടി മുളക് പൊടി, ഗരം മസാലയും ചിക്കൻ മസാലയും ഒക്കെ ഇട്ട് കൊടുത്തിട്ടോ. പക്ഷേ ഈ മുളക് പൊടി ഭയങ്കര എരിവാണ്. അപ്പോൾ അതുകൊണ്ട് അത്ര അങ്ങോട്ട് ചോപ്പിച്ചിട്ടൊന്നും കാര്യമില്ല കേട്ടോ. എരിവ് കൂടിയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഞാൻ ഈ കുട്ടികൾക്കല്ലേന്ന് കരുതിയിട്ട് അങ്ങനെ കുറച്ച് മുളക് പൊടി വീണ്ടും ഇട്ട് കൊടുത്ത് കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് അങ്ങനെ സംഭവം സെറ്റാക്കി അവിടെ വെച്ച് ഒരു 10 മിനിറ്റ് അങ്ങനെ അവിടെ ഇരിക്കട്ടെ എന്ന് കരുതി വന്നപ്പോൾ നമ്മൾ ചോറ് റെഡി ആയിട്ടുണ്ട്. ചോറ് ഇതാ അവിടുന്ന് അടുപ്പിൻ്റെ അവിടെ നിന്ന് ഇതിങ്ങനെ ഊറ്റിയെടുക്കാനുള്ള ഒരു സ്ഥലമൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് ഇവിടെ വന്നിട്ട് ഞാൻ ചെയ്യാറാട്ടോ. അപ്പോൾ അവിടെയും ഇവിടെയും ഒന്നും സ്ഥലക്കുറവുണ്ട്. പക്ഷേ ഉള്ളിടത്ത് വെച്ചിട്ട് നമുക്ക് ചെയ്യാനല്ലേ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ തുമ്പപ്പൂ പോലത്തെ റേഷൻ അരി ചോറാട്ടോ പെട്ടെന്ന് വെന്ത് കിട്ടും. നമ്മൾ എവിടെയെങ്കിലും പോയി വന്നിട്ടുണ്ടെങ്കിൽ അല്ലാ ചോറ് വെച്ചിട്ടില്ലല്ലോ എന്നുള്ള ബേജാറൊന്നും വേണ്ട. പെട്ടെന്ന് അരി ഇട്ടുമ്പോഴത്തേക്ക് നമുക്ക് ചോറൊക്കെ റെഡി ആക്കി കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ കൊച്ചൂസ് ഇത് അവിടുന്ന് സൈക്കിളൊക്കെ റെഡിയാക്കുന്നുണ്ട്. കഴുകി സുന്ദരിയൊക്കെ നോക്കുക കേട്ടോ. കാരണം ഇവിടെ സൈക്കിൾ കഴുകി റെഡിയാക്കി വെച്ചിട്ടൊന്നും കാര്യമില്ല. നല്ലവണ്ണം മുറ്റത്ത് ചളിയും വെള്ളവും എല്ലാം ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ അവളൊന്ന് സുന്ദരിയാക്കി കുളിപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് ചിക്കൻ പൊരിക്കാൻ വേണ്ടിയിട്ട് ഇതാ ചിക്കനൊക്കെ റെഡിയാക്കി എടുത്തതിന് ശേഷം ചീനച്ചട്ടി വെച്ച് ഓയിലും ഇതൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് ചിക്കൻ റെഡിയാക്കാം കേട്ടോ. ഈ ചിക്കൻ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്യാൻ. ഞങ്ങൾക്കൊക്കെ നല്ല ഇഷ്ടമാണ്. ഞങ്ങൾ കൊതിമൂത്ത് കഴിക്കുന്നത്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാൻ മറക്കല്ലേ. ഇതിൻ്റെ മസാല ഒക്കെ നല്ല ടേസ്റ്റാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. അപ്പോൾ നമ്മൾ ചിക്കൻ ഇതാ നമ്മൾ കുറച്ച്
ഓയിലും വെളിച്ചെണ്ണയും കൂടിയിട്ടാണ് ഒഴിച്ച് കൊടുത്തിരുന്നത്. വെളിച്ചെണ്ണ സ്വന്തം ഒഴിക്കാൻ മാത്രമുള്ള വെളിച്ചെണ്ണ നമ്മളെ വീട്ടിലുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ കുറച്ച് ഓയിലും കുറച്ച് വെളിച്ചെണ്ണയും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് അങ്ങനെ കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ചിക്കൻ അങ്ങനെ പൊരിച്ചെടുത്തിട്ടാണ്. അപ്പം ഞാനിതാ അടുത്ത പരിപാടി അതിൻ്റെ ഇടയിൽ തുടക്കാൻ വേണ്ടിയിട്ട് വെള്ളം കൊടുന്ന് വെച്ചിരിക്കുകയാണ്. എന്നും ഞാൻ തുടക്കണതിൻ്റെ കൂടെ തന്നെ എനിക്ക് ഒരു കൂട്ടി 2-3 ആൾക്കാരുണ്ടാവും, ഇതട്ട തവളക്കുട്ടന്മാർ. അപ്പോൾ അവരെ ഞാൻ ഒന്നും ചെയ്യൂല കേട്ടോ. അപ്പം ഞാൻ തുടക്കണതിൻ്റെ ഇടയിൽ വന്നിട്ട് പിന്നെ കുറച്ച് പപ്പായൻ്റെ കറി ഉണ്ടായിരുന്നു, ഓമക്കായ കറി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ചിക്കനും അങ്ങനെ പൊരിച്ച് വെച്ചിട്ടുണ്ട്. നേരം വൈകി വന്ന ദിവസം നമുക്ക് പ്രാന്ത് പിടിക്കുമല്ലോ. അപ്പോൾ 1 മണിയായിട്ടും എൻ്റെ പണിയൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കാരണം മഴയും പെയ്തുങ്ങാണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ കുറേ തിരുമ്പാനും ഉണ്ടായിരുന്നു. എല്ലാ മെഷീനും നമ്മളായ കാരണം പിന്നെ ഒക്കെ നമ്മളെ കയ്യെത്തണ്ടേ. അപ്പോൾ ചിലപ്പം പ്രാന്ത് പിടിക്കും. അപ്പോൾ ഒക്കെ ചെയ്തിട്ട് എവിടേക്ക് പോവുകയാണെങ്കിലും വേഗം ചെയ്ത് വെക്കുക നല്ലത് കരുതും. അതിൻ്റെ ഇടയിൽ വിശപ്പിൻ്റെ ഉക്കൊണ്ട് ഞാൻ വേഗം കുറച്ച് ചോറാണ് എടുത്ത് തിന്നിട്ടോ. കുളിയൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, കാരണം കുറേ വിറകെടുത്തേക്കാനും പിന്നെ അങ്ങനെയുള്ള തട്ടിക്കൂട്ടുള്ള പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ചോറൊക്കെ തിന്ന് മക്കൾസും ചോറൊക്കെ തിന്ന് പിന്നെ അങ്ങനെ കുട്ടികൾ വന്ന് അവരൊക്കെ ചായയൊക്കെ കുടിച്ച് അങ്ങനെ അവരൊക്കെ പോയതിൻ്റെ ശേഷം പിന്നെ ഞാൻ എന്താ വൈകുന്നേരത്തിൻ്റെ കൊച്ചൂസ് ഇതുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ, ഓംപ്ലേറ്റ്. അതും കൂട്ടി കഴിച്ച്. പിന്നെ ഞാൻ കുറച്ച് ഡ്രസ്സ് യൂണിഫോമൊക്കെ ഇന്നലെ ഇസ്തിരി ഇടാൻ വേണ്ടി കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് ഇസ്തിരി ഇട്ട് വെച്ച് ഇസ്തിരി പെട്ടി കിടന്ന കാരണം അടുത്ത വീട്ടിൽ നിന്ന് കൊടുത്തിട്ട് പിന്നെ അങ്ങനെ എല്ലാം കൊണ്ട് ഇട്ടിട്ട് പിന്നെ അവർക്കാണ് തിരിച്ച് കൊടുക്കല കേട്ടോ. അപ്പം അങ്ങനെയൊക്കെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഒത്തിരി ഒത്തിരി താങ്ക്സ് ഉണ്ട്. അപ്പം എൻ്റെ കൊച്ചൂസിൻ്റെ ഒരു പാട്ട് കേട്ടാലോ. അന്തിനില രാവിറങ്ങും മുല്ലത്തറയിൽ ചേലാണ്, പൊന്നരിവാൾ കൊയ്തരിയും വിത്ത് മുറം കൊണ്ട് പെണ്ണാണ്, പൊന്നും മലവാരത്ത് പൊന്നമ്മ നേർവഴി തന്നൊരു പെണ്ണാണ്, പൊന്നും മലമാറത്ത് പൊന്നമ്മ നേർവഴി തന്നൊരു പെണ്ണാണ്. കാവാണ് നല്ല കാവാണ്, ചേലേറും കരിനീൽ പെണ്ണിന്റെ കാവാണ്, നീലമിഴി കണ്ണഴകുന്നൊരു ചാന്തഴക്, മെയ്യഴക് നിന്നഴക് താമരയ്ക്കൊക്കുന്ന ചിലക്, പൊന്നും മലവാറത്ത് പൊന്നമ്മ നേർവഴി തന്നൊരു പെണ്ണാണ്, പൊന്നും മലവാർത്ത് പൊന്നമ്മ നേർവഴി തന്നൊരു പെണ്ണാണ്, കാവാണ് നല്ല കാവാണ്, ചേലേറും കരിനീലി പെണ്ണിന്റെ കാവാണ്.